അപ്പോൾ ഇന്ന് നടന്ന LGS ലെവൽ ഒരു മെയിൻസ് എക്സാം ആയിരുന്നു, കൂലി വർക്കർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും റിലേറ്റഡ് ഫാക്ട്സും നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 1, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? അതിൻ്റെ ആൻസർ മാർട്ടാണ്. റൗലറ്റ് ആക്ട് കാരണമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല വന്നിരിക്കുന്നത്. റൗലറ്റ് ആക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കരിനിയമം എന്നൊക്കെ പറയുന്ന റൗലറ്റ് ആക്ട് അല്ലേ. റൗലറ്റ് ആക്ട് വന്നതിന് ശേഷം പുതിയ കണ്ടീഷൻസും കാര്യങ്ങളും കൊണ്ടുവന്നു. വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വെക്കാം, അങ്ങനെയുള്ള കണ്ടീഷൻസും കാര്യങ്ങളും കൊണ്ടുവന്നു. ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്നുള്ള കണ്ടീഷൻസൊക്കെ കൊണ്ടുവന്നിട്ട് അതിനുശേഷമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നിരിക്കുന്നത്. അടുത്ത എന്താണ്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. എന്താ ഇതിൻ്റെ അടിസ്ഥാനം? പ്ലാസി യുദ്ധം വെച്ചാണ് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഭരണം ബ്രിട്ടീഷ് ഇന്ത്യയിൽ വന്നേക്കുന്നത്, ബ്രിട്ടൻ്റെ ഭരണം വന്നേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത് എന്താണ്? ജാലിയൻ വാലാബാഗോടെ ആ ഒരു ഭരണം അവസാനിച്ചു എന്നുള്ള രീതിയിൽ ഒരഭിപ്രായം പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ്. എങ്കിലും ജാലിയൻ വാലാബാഗ് നടന്നപ്പോഴത്തേക്ക് ഇങ്ങനൊരു അവസാനം ഉണ്ടായി എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം, അത് ലാഹോർ സമ്മേളനമാണ്. പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാൽ 1929 ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ്, അതായത് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഒരു പ്രഖ്യാപനം വന്നത് ലാഹോർ സമ്മേളനത്തിലാണ്. അതിനുശേഷമാണ് പിന്നീട് എല്ലാ വർഷവും ജനുവരി 26 ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആചരിക്കാമെന്നൊക്കെ അന്ന് തീരുമാനിച്ചത്. ശരിക്കും ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15 പക്ഷേ അന്നത്തെ സംഭവത്തിന് ശേഷമാണ് പൂർണ്ണ സ്വരാജ്, പൂർണ്ണ സ്വാതന്ത്ര്യം എന്നുള്ളൊരു ഇതിന് ശേഷമാണ് ജനുവരി 26 ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആചരിക്കാമെന്നുള്ളൊരിത് വന്നത്. ഓക്കെ, അടുത്തത് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ്. ബംഗാൾ വിഭജനം നടത്തിയ 1905 കേഴ്സൺ പ്രഭുവാണ് ബംഗാളിനെ വിഭജിച്ചത് അല്ലേ. ബംഗാളിനെ വിഭജിച്ചത് കേഴ്സൺ പ്രഭുവാണ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന സംഭവമാണ് ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത. ഓക്കെ, ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡുവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത. അടുത്തത് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? അനുച്ഛേദം 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓക്കെ, സി ഓപ്ഷനാണ് വരുന്നത്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതിനകത്ത് ബാക്കിയുള്ള ഓപ്ഷൻസും വായിക്കേണ്ടതായിട്ട് വരും, ഞാൻ നോക്കാം. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം അതല്ല, ചൂഷണത്തിനെതിരായ അവകാശമല്ല, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അത് 19ാമത്തെ അനുച്ഛേദത്തിൽ വരുന്ന ഒരു സബ്പാർട്ടാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. വേറെയും സബ്പാർട്ടുകളുണ്ട്. സഞ്ചരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം പോലെയുള്ള കാര്യങ്ങളുണ്ട്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും അല്ല. ഇപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ്. അടുത്ത സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഭേദഗതി ഏതാണ് എന്ന് ചോദിച്ചേക്കും. 44ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്. അപ്പോൾ 7 മൗലികാവകാശങ്ങളായിരുന്നു അല്ലേ ഉണ്ടായിരുന്നത്, ഇപ്പോൾ 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. സ്വത്തവകാശത്തെ നീക്കം ചെയ്തത് 44ാം ഭേദഗതിയിലൂടെ. സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണിത്. ഏകദേശം എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44ാം ഭേദഗതി. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? അമേരിക്കൻ ഭരണഘടന. അടുത്തത് മൗലിക കടമകളെക്കുറിച്ച് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? മൗലിക കടമകളെക്കുറിച്ച് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റി 1976 1976 സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് മൗലിക കടമകളെക്കുറിച്ച് ശുപാർശ ചെയ്തത്. ഓക്കെ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ആൻസർ രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടപ്പോഴത്തേക്ക് ഇതെല്ലാം ഏകദേശം പ്രീവിയസ് ആണ്. പലവട്ടം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പറയാം. സാധാരണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണല്ലോ പ്രീവിയസ് എന്ന് പറയുന്നത്. ഇത് റിപ്പീറ്റഡ് അല്ല, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ആവർത്തിച്ച് PSCക്ക് തന്നെ മടുത്ത ക്വസ്റ്റ്യൻസാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ട്രെൻഡ് മാറ്റാൻ ഒരു ഉദ്ദേശം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. മിക്കതും പ്രീവിയസ് തന്നെയാണ് വന്നേക്കുന്നത്. നോക്കാം നമുക്ക്. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശ്ശൂരാണ് ആൻസർ വരുന്നത്. അടുത്ത സമത്വ സമാജം എന്ന
സംഘടന സ്ഥാപിച്ചതാരാണ്? സമത്വ സമാജം, വൈകുണ്ഠസ്വാമി. ഒരു 100 വട്ടമെങ്കിലും PSC ചോദിച്ചിട്ടുണ്ട്. 100 അല്ല, അതിൽ കൂടുതൽ വട്ടം ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സമത്വ സമാജം, വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. സ്ഥിരം ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത് EMS ആണ്. EMS ആണ് 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ്. അടുത്ത ക്വസ്റ്റ്യൻ, 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി. ഗൗരി പാർവതിബായി ആണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ആരാണ്? ഗൗരി പാർവതിബായി. അറിയില്ലെങ്കിൽ പഠിച്ചു പോവുക. രണ്ടിലൊരു എന്നുള്ളൊരിതുണ്ടല്ലേ, അല്ലേ, പാർവതി, പ്രാഥമിക വിദ്യാഭ്യാസം, ഒന്ന് പഠിച്ചു പോവുക. ഗൗരി പാർവതിബായി. അപ്പോൾ ഗൗരി ലക്ഷ്മിബായിയായിട്ടൊന്നും കൺഫ്യൂഷൻ വരത്തില്ല ഇങ്ങനെ പഠിച്ചു പോകണമെങ്കിൽ. പ്രാഥമിക വിദ്യാഭ്യാസം പാർവതിബായി. ഒരു പ്രാസമുണ്ട്. പിന്നെ അടുത്തത്, G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ എന്ന് പറയുന്നുണ്ട്. G20യിൽ സ്ഥിരമായ ആസ്ഥാനമില്ല എന്ന് പറയുന്നുണ്ട്. 1998 G20 രൂപീകരിക്കപ്പെട്ടത്. അതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. 1998 G20 രൂപീകരിക്കപ്പെട്ടത്. ഓക്കെ. അടുത്തത്, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അത് കണ്ണൂരാണ് ആൻസർ വരുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ കടൽ തീരം വരുന്നത് കണ്ണൂരാണ്. അത് ജില്ലയുടെ വലിപ്പത്തിനനുസരിച്ചല്ല, കടൽ തീരം കൂടുതലുള്ള, കടലിൻ്റെ ഇതുമായിട്ട് കൂടുതൽ സ്ഥലം ഷെയർ ചെയ്യുന്നത് കണ്ണൂരാണ്. കടൽ തീരം കൂടുതൽ. സ്ഥിരം റിപ്പീറ്റഡ് ആണ്. അടുത്തത്, ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം വരിച്ച വ്യക്തി ആരാണ്? ഓക്കെ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് പോറ്റി ശ്രീരാമുലു എന്ന് പറഞ്ഞ പുള്ളിയാണ് ജീവത്യാഗം വരിച്ചത്. പോറ്റി ശ്രീരാമുലുവിന് മുമ്പേ ഒരാളും ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് സമരം ഇരുന്നായിരുന്നു. അതിനുശേഷം പോറ്റി ശ്രീരാമുലു ഈ ഒരു സമരത്തിൽ വെച്ച് തന്നെ മരിച്ചു പോയി എന്നുള്ളൊരു ഹിസ്റ്ററിയാണ് അതിനകത്ത് പറയാനുള്ളത്. അടുത്തത്, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവയേത്? ചേരിചേരാ നയം, നാം എന്ന് പറയും അല്ലേ, NAM, നോൺ അലൈൻമെൻറ്റ് പോളിസി അല്ലേ, നോൺ അലൈൻമെൻറ്റ് പോളിസി എന്ന് പറയുന്നത് നാം എന്ന് പറയുന്നത് ചേരിചേരാ നയം ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രത്യേകതയാണ്. അതായത് നമ്മുടെ യുദ്ധം നടന്നപ്പോഴത്തേക്ക്, മഹായുദ്ധം നടന്നപ്പോഴത്തേക്കും 2 ചേരികളിലും ചേരാത്ത ഒരു നയമാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന് വന്നിരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധം വന്നപ്പോഴത്തേക്ക് ആണ് ചേരിചേരാ നയം എന്നുള്ളൊരിത് വരുന്നത്. അടുത്തത്, സമാധാനപരമായ സഹവർത്തിത്വം. അതുണ്ടല്ലോ, ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ വിദേശ നയത്തിൽ ഇല്ലാതെ വരുമോ സമാധാനപരമായ സഹവർത്തിത്വം? ഇല്ല. ഒരു രാജ്യം എഴുതി വെക്കത്തില്ല വിദേശ നയത്തിൽ ഞങ്ങൾ അക്രമികാരികളാണെന്നൊന്നും എഴുതി വെക്കത്തില്ല. അപ്പോൾ സമാധാനപരമായ സഹവർത്തിത്വം എല്ലാ രാജ്യങ്ങൾക്കും കോമൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, അതും നമുക്ക് പറയാം. കാര്യം അത് ഉത്തരമായിട്ട് വന്നില്ല എങ്കിൽ എന്താണ്, ഐക്യരാഷ്ട്രസഭയിൽ വിശ്വാസം ഇല്ല എന്നുള്ളൊരിതിലോട്ട് പോകും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഫാൾസ് ആണെന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയായിട്ട് കിട്ടും. ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. ഇതാണ് എലിമിനേഷനും കാര്യങ്ങളും വെച്ച് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുന്ന രീതി. ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം എന്നൊരു ഓപ്ഷൻ വരും. പിന്നെ സ്വാശ്രയത്വം എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നില്ല. ഓക്കെ. 1, 2, 3 എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നോക്കിയേ, ഈ 4 വരുന്നുണ്ടോ ഇല്ലയെന്ന് ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ, മാക്സിമം 3 ഓപ്ഷനേ വരുന്നുള്ളൂ. ഓക്കെ. നോക്കി അതിൻ്റെ ഓപ്ഷൻ നോക്കാനാണെങ്കിൽ മാക്സിമം 3 വരുന്നുള്ളൂ. ഓപ്ഷൻസ് വരുമ്പോൾ ആദ്യത്തിനകത്ത് എയിൽ 2 ഓപ്ഷൻ, ബിയിൽ 3 ഓപ്ഷൻ, ഡിയിൽ 3 ഓപ്ഷൻ, സിയിൽ 3 ഓപ്ഷൻ. അപ്പോൾ 1, 2, 3 ശരിയാണെന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ നമ്മൾ സ്വാശ്രയത്വത്തിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഓൾറെഡി 1, 2, 3 വന്നിട്ടുണ്ട്. 3 കസേരയുണ്ട്. പിന്നെ 3 പേര് വന്നിരുന്നു. 3 കസേരയേ ഉള്ളൂ. പിന്നെ 4ാമത്തെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് ഇരിക്കണോ വേണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പുള്ളി നിൽക്കണം. ഓക്കെ. പുള്ളി അവിടെ എക്സ്ക്ലൂഡഡ് ആയി ഓൾറെഡി. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉത്തരം കിട്ടി. അടുത്തത്, 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യം ഏതാണ്? ഉൾപ്പെട്ട രാജ്യം അച്ചുതണ്ട് ശക്തികളിൽ വരുന്നത് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനുമാണ്. അച്ചുതണ്ട് ശക്തികളിൽ വരുന്നത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അടുത്തത്, ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ഏത് രാജ്യത്താണ്? റഷ്യയിലല്ലേ നമ്മുടെ ആസൂത്രണം ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതികളും കാര്യങ്ങളും തുടങ്ങിയത്? റഷ്യയുടെ മാതൃകയിലാണ്, സോവിയറ്റ് യൂണിയൻ്റെ മാതൃകയിലാണ് ഇന്ത്യയിൽ നടത്തിയത് ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്. അതിനുശേഷം പഞ്ചവത്സര പദ്ധതികളൊക്കെ വന്നത്. പഞ്ചവത്സര പദ്ധതി ആദ്യമായിട്ട് നടത്തിയതും ഇതേപോലെ സോവിയറ്റ് യൂണിയനിലാണ്. ഓക്കെ. അത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാം. ഒരു ഡെഫിനിഷൻ്റെ ആവശ്യമില്ല, അദ്ദേഹമാണത് എന്നുള്ളത് എല്ലാ PSC പഠിക്കുന്ന ആൾക്കാർക്കും അറിയാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ APJ അബ്ദുൽ കലാമാണ്. ഓക്കെ. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യ വനിത, അത് കറണ്ടാണ്, ജിലുമോൾ
മാരിയറ്റ് തോമസ്. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യ വനിതയാണ് ജിലിമോൾ മാരിയറ്റ് തോമസ്. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിലെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ശ്രീലങ്കയെയാണ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിലെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ശ്രീലങ്കയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ ചാനൽ ഡെവലപ്പ് ആവുകയുള്ളൂ. ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടൻസ്, ഇതിലും ക്വാളിറ്റിയുള്ള കണ്ടൻസ് കാര്യങ്ങൾ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ചാനൽ പ്രോത്സാഹിപ്പിക്കുക. അടുത്ത വീഡിയോ ഇതേപോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വലിപ്പത്തിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? 7ാം സ്ഥാനം. വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത്. ഓക്കെ. അടുത്തത്, കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ്. മത്സ്യബന്ധന വകുപ്പ് ആർക്കാണ്? സജി ചെറിയാനാണ്. മത്സ്യബന്ധന വകുപ്പിൻ്റെ മന്ത്രിയാണ് സജി ചെറിയാൻ. അടുത്തത്, കർണാടകയും തമിഴ്നാടുമായി ചേർന്ന് വരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര്. അതായത് വയനാട്ടിലുള്ള വന്യജീവി സങ്കേതമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. മുത്തങ്ങ വന്യജീവി സങ്കേതം. ഓക്കെ. ആറളവും ചിന്നാറൊന്നും അവിടെയെങ്കിലും അല്ല. ഓക്കെ. മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് വയനാട്ടിലുള്ള. നമ്മൾ ഇതിന് മാത്രം വായിക്കേണ്ട കാര്യമൊന്നുമില്ല. വയനാടുള്ള വന്യജീവി സങ്കേതം ഏതാണ് നോക്കിയാൽ മതി. മുത്തങ്ങ വന്യജീവി സങ്കേതം. അടുത്ത 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ചൈനയാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം. അടുത്തത്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം, പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നുള്ളത്. അതിനകത്ത് പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. 2ാമത് വരുന്നത് ഭാരതപ്പുഴയാണ്. ഭവാനിയും പാമ്പാറും ഒന്നും അവർ 7 ഇടത്ത് പോലും വരുന്നില്ല. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം. പക്ഷേ കേരളത്തിലെ നദികളെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കേരളത്തിൽ കൂടി ഒഴുകുന്ന നീളം മാത്രമേ നോക്കത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ 244 കിലോമീറ്ററുള്ള പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി. ഓക്കെ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തര മഹാസമുദ്രമാണ്. ഏതാണ്? ഉത്തര മഹാസമുദ്രമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. കടൽ തീരമുള്ള 9 ജില്ലകൾ കേരളത്തിലുണ്ട്. കടൽ തീരം ഇല്ലാത്ത 5 ജില്ലകളുമുണ്ട്. കടൽ തീരമുള്ള ജില്ലകളാണ് 9 എണ്ണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അടുത്തത്, പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? പമ്പ നദിയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾക്കൊന്ന് ഗെസ് ചെയ്യുക. അത്യാവശ്യം ശബരിഗിരി എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഈ ഹിന്ദു റിലീജിയസിലാണെങ്കിൽ ഡിവോഷണൽ സോങ്സിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പമ്പയുമായിട്ട് അസോസിയേറ്റഡ് ആ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ശബരിഗിരി പമ്പയിലാണ് കേട്ടോ. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴ്ത്തുനിന്നിലേക്ക് ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിൻ്റാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം കോമൺ ഫാക്റ്റാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ 941 ഗ്രാമപഞ്ചായത്ത്. 951, 61, 71 അവിടെ കിടന്നോട്ടെ, നമുക്ക് ശരി ഉത്തരം മാത്രം മതി. കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് 941. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AJ ദേശായിയാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. അടുത്തത്, പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സംരക്ഷിത പ്രദേശം ദേശീയോദ്യാനമാണ്. ഏതാണ്? സൈലൻറ്റ് വാലിയാണ് പാലക്കാട് കേട്ടോ. അടുത്ത, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപ്പുഞ്ചി മേഖലയിലാണ്. ഇതൊരു 2012 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെയൊക്കെ തോന്നുന്നുണ്ട്. കാര്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് 2012 ആ ടൈമിലൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത്, കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്ന ഏത് വർഷം? 1973. ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇപ്പോഴാണ്. 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത്. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറാണ്. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി. ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്നാണ് ചോദ്യം. ജഗ്ദീപ് ധൻഖർ. അടുത്തത്, ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ഓർബിറ്ററാണ് വിക്ഷേപിച്ചതല്ലാത്തത്. ചന്ദ്രയാൻ്റെ ലാൻഡർ, ചന്ദ്രയാൻ്റെ റോവർ, ചന്ദ്രയാൻ്റെ പ്രൊപ്പൽഷൻ മോഡ്യൂൾ, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവണം. BSc പഠിക്കുന്ന ആൾക്കാർ കേട്ടിട്ടുണ്ടാവണം. ഓർബിറ്റർ എന്ന് പറഞ്ഞ സാധനം അതിനകത്ത് ഇല്ലാത്തതാണ്. ഓക്കെ. താഴെ പറയുന്നവയിൽ അമൃത ഷേർഗിലിൻ്റെ ചിത്രം ഏത്? ഗ്രാമീണ ജീവിതമാണ് അമൃത ഷേർഗിലിൻ്റെ ചിത്രം. അമൃത ഷേർഗിൽ വരച്ചൊരു ചിത്രമാണ് ഗ്രാമീണ ജീവിതം എന്ന് പറയുന്നത്. അടുത്തത്, GST വന്നത് 2017 ജൂലൈ 1. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. 2017 ജൂലൈ 1. ബാക്കിയുള്ള ഓപ്ഷനിലോട്ടൊന്നും നോക്കുക പോലും വേണ്ട. ജൂലൈ 1 2017 ജൂലൈ 1 GST വന്നത്. ഗോദാൻ എന്ന കൃതി പ്രേംചന്ദ് എഴുതിയതാണ്. ഗോദാൻ എന്ന കൃതി എഴുതിയത് പ്രേംചന്ദാണ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം എന്തിനെ കാണിക്കുന്നത്?
മഞ്ഞ വളയം ഏഷ്യ. മഞ്ഞ വളയം ഏഷ്യയാണ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ ഏഷ്യയാണ് സൂചിപ്പിക്കുന്നത്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടൻ അല്ലു അർജുൻ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലു അർജുൻ. പുഷ്പ അല്ലേ, പുഷ്പ 1, പുഷ്പ 2 വരുന്നുണ്ട്, പുഷ്പ 1. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? കാലം സാക്ഷി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. അടുത്ത 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഇന്ത്യ. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം, അതായത് ഇന്ത്യയിലാണ് നടന്നത്. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹൈദരാബാദിലാണ്. അംബേദ്കർ പ്രതിമ, രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ എവിടെയാണ്? ഹൈദരാബാദ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? നോക്കാം. ഉളിപ്പല്ല് ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ. രണ്ടാമത് കൊടുത്തേക്കുന്നത് കൊമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. ചർവണകം ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ. അഗ്രചർവണകം ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. ഓക്കെ, ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞു തരാം. അതിനകത്ത് 4 ടൈപ്പ് പല്ല് പറയുന്നുണ്ടല്ലോ. നമ്മൾ ഡെൻ്റൽ ഫോമിലെയും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണെന്ന് പറയുന്ന 4 പല്ലുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഉളിപ്പല്ലും കൊമ്പല്ലും ചർവണകവും അഗ്രചർവണകവും അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് കറക്റ്റ് ഉത്തരം വരുന്നത് കൊമ്പല്ലാണ്. കൊമ്പലിനകത്ത് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ വേണ്ടിയാണ് കോമ്പൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ലോല ഏത് വിളയുടെ സങ്കരയിനമാണ്? ലോല എന്ന് പറഞ്ഞാൽ പയറാണ്. അതിങ്ങനെ ഓർത്താൽ മതി. ലോല എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ലോലനായിട്ടിരിക്കുന്ന ഒരു പയർ അല്ലേ, സങ്കല്പിച്ചെടുത്ത് വെച്ചാൽ മതി. പയർ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്ലിമ്മായിട്ടിരിക്കുന്ന ഒരർത്ഥത്തിൽ ഓർത്താൽ മതി. ഓർത്ത് വെക്കാൻ നമുക്ക് പഠിക്കാനായിട്ട്. പയർ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്ത രോഗത്തിൻ്റെ ലക്ഷണമാണ്? കണ. റിക്കറ്റ്സ് ആണ് കേട്ടോ. റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. അസ്ഥികൾ കനം കുറയുന്നു. വൈറ്റമിൻ ഡി ഇല്ലാതെ വരുമ്പോഴാണ് കണയുണ്ടാകുന്നത്. ഓക്കെ, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥയാണ് കണ. താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ശരിയായത് ഏത്? കൽക്കരി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത് തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. സൂര്യൻ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ് എന്നുള്ളതാണ് മൂന്നാമത്തത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? കൽക്കരി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. അതായത് പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്നതല്ല, പാരമ്പര്യേതരയാണെന്നാണ് പറയുന്നത്. പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന കൽക്കരി കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതല്ലേ, മനസ്സിലായോ? അപ്പോൾ അത് തെറ്റാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറഞ്ഞാൽ അതായത് പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്നതല്ല എന്നാണ് പറയുന്നത്, മനസ്സിലായോ? പാരമ്പര്യേതര എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്നതല്ല, അപ്പോൾ അത് തെറ്റാണ്. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. ഇപ്പോഴും പൂർണ്ണമായിട്ട് ഡെവലപ്പായിട്ടൊന്നുമില്ല തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന ഇതൊക്കെ. വിഴിഞ്ഞത്തൊക്കെ അതിൻ്റെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. എങ്കിലും അതിൻ്റെ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് നമ്മൾ എല്ലായിടത്തും ബീച്ചിലൊക്കെ പോകാൻ നേരത്ത് തിരമാലയുടെ അവിടെ കൊണ്ടുപോയി ഇത് വെച്ചിട്ടുണ്ടോ? ജനറേറ്ററൊക്കെ വെച്ചിട്ടുണ്ടോ? ടർബൈനൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അധികം? ഇല്ല. അപ്പോൾ അങ്ങനെ തന്നെ ചിന്തിച്ച് വെച്ചാൽ മതി. നമ്മൾ തിരമാല പാരമ്പര്യേതരമല്ല, തിരമാല ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഓക്കെ, തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. അതായത് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന പറഞ്ഞതാണ്. അടുത്തത് സൂര്യൻ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. അതായത് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം പണ്ട് തൊട്ടേ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉള്ളതാണോ? പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്നൊന്നുമില്ല. പണ്ട് തൊട്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് മറ്റേ എന്താ വരുന്നത്, കുറേ കാലം മുമ്പേ ആണെങ്കിൽ ഒരു ബൾബൊക്കെ വരുന്നത്, സോളാർ ബൾബ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. സോളാർ ബൾബൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെട്ടം പോലും വരത്തില്ല അതിൽ നിന്ന്. നിങ്ങൾക്കറിയില്ല, സോളാറിൻ്റെ എമർജൻസി ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഒരു 10-20 കൊല്ലം മുമ്പേ ഉണ്ടായിരുന്നു ഈ സാധനമൊക്കെ. അപ്പോൾ എന്താ, അതിനകത്ത് വെട്ടം പോലും വരത്തില്ലായിരുന്നു സൂര്യപ്രകാശം വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് നമുക്കറിയാം, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സായിട്ടൊന്നും നേരെ ഉപയോഗിക്കില്ലായിരുന്നു. ഇപ്പോഴാണ് ഈ സോളാറിൻ്റെ മുകളിലൊക്കെ, വീടിൻ്റെ മുകളിലൊക്കെ വെച്ച് തുടങ്ങിയത്. അപ്പോൾ അത് എന്താണ്, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സൊന്നുമല്ല, അതിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽത്തീരം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? മലപ്പുറത്താണ് കേട്ടോ. മുതിയം കടൽത്തീരം മലപ്പുറം. അടുത്ത അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023 കേട്ടോ. അത് പഠിച്ചു വെച്ചോ. 2023 കഴിഞ്ഞിട്ടും PSC ആ ഒരു വർഷത്തിന് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ് 2023. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ആർദ്രം എന്നാണ് അതിൻ്റെ ആൻസർ കീയിൽ വന്നിട്ടുള്ളത്. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് മാറ്റാനായിട്ട് ആർദ്രം എന്നുള്ള ഉത്തരമാണ്. അടുത്തത് മിക്സി. ഇതെല്ലാം പ്രിലിമിനറി ആയിട്ട് കിട്ടിയേക്കുന്ന ആൻസർ കീയാണ്.
ഇതിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളും വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നമ്മൾ പെട്ടെന്ന് കിട്ടിയൊരു ആൻസർ കീയിലൂടെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, അടുത്തത് മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം. മിക്സി പ്രവർത്തിക്കുമ്പോൾ എന്തുവാ? വൈദ്യുതോർജ്ജം, യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവും. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ബാക്കിയുള്ള ഉത്തരം വെട്ടിക്കളം ചെയ്യാം. ഒന്ന് നോക്കിയേ, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. കുഴപ്പമില്ല, വൈദ്യുതോർജ്ജം വെച്ചാണ് അതിങ്ങനെ കറങ്ങുന്നത്. യന്ത്രം പ്രവർത്തിക്കുന്നു. വൈദ്യുതോർജ്ജം കൊണ്ട് മിക്സിക്കുള്ളിലുള്ള ബ്ലേഡ് എന്ന് പറഞ്ഞ യന്ത്രം പ്രവർത്തിക്കുന്നു. ലോജിക്കാണ്, അതവിടെ നിൽക്കട്ടെ. ബിയും സിയും ഡിയും ഉണ്ടല്ലോ. ബി, വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. ശരിയാ, മിക്സി കറങ്ങുമ്പോൾ സൗണ്ട് കേൾക്കും. പഴയതായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സൗണ്ട് കേൾക്കും. ഞങ്ങളുടെ വീട്ടിലെ മിക്സിയൊക്കെ നല്ല സൗണ്ടുണ്ട്. അല്ലാതെ ചില മിക്സിയൊക്കെ ഉണ്ട് സൈലൻറ്റ് മിക്സി. എന്നുവെച്ചാൽ ഇവിടെ സൈലൻറ്റ് മിക്സി എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതെന്താണ്? വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. ശബ്ദോർജ്ജം ആകുന്നുണ്ട്, ചെറിയ സൗണ്ട് എന്തായാലും ഉണ്ടാവും. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു. കൊള്ളാം. അവർ തന്നെ കഷ്ടപ്പെട്ടൊരു ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്, അതപ്പോൾ ഉത്തരവാൻ ചാൻസ് ഉണ്ട്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു. കറക്റ്റല്ലേ? മിക്സി കറങ്ങുന്നുണ്ട്, അതിങ്ങനെ കറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ ബ്ലേഡ് വർക്ക് ചെയ്തൊരു യന്ത്രമായിട്ടത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം അതിൻ്റെ സൗണ്ടും കേൾക്കുന്നുണ്ട് ശബ്ദമായിട്ട്. നല്ലൊരു ലോജിക്കൽ ഉത്തരവാണ്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജം ശബ്ദോർജ്ജം. നമ്മൾ കറണ്ട് വെച്ച് കുത്തുന്നു, വൈദ്യുതി കയറുന്നു, അത് യന്ത്രം പ്രവർത്തിക്കുന്നു, ശബ്ദം പുറത്ത് വരുന്നു. ഓക്കെ, അടുത്തത് മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ, ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസാണ് ആൻസർ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ലെൻസ് ആണെങ്കിൽ കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഉള്ളിലോട്ട് കുഴിഞ്ഞിരിക്കുന്നതാണെങ്കിൽ കോൺകേവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. രണ്ട് സൈഡുണ്ടായിരിക്കും പൊതുവേ ലെൻസിന്. കോൺവെക്സ് ആണെങ്കിൽ പുറത്തോട്ട് തള്ളി നിൽക്കും, കോൺകേവ് ആണെങ്കിൽ ഉള്ളിലോട്ട് തള്ളി നിൽക്കും. ഓക്കെ, ഇതിനകത്ത് ഡബിൾ കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് സൈഡ് ഉള്ളിലോട്ട് തള്ളി നിൽക്കും. സിലിണ്ടറിക്കൽ ലെൻസ് ആണെങ്കിൽ സിലിണ്ടറിൻ്റെ ഷേപ്പ് ആയിരിക്കും. അത്രയുള്ള ലെൻസിൻ്റെ കാര്യങ്ങൾ. പിന്നെ ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ദോലന ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിലേഷനാണ്. അതായത് നമ്മുടെ ഈ പെൻഡുലത്തിൻ്റെയൊക്കെ ചലനമില്ലേ, പെൻഡുലം കണ്ടിട്ടില്ലേ നിങ്ങൾ? ക്ലോക്ക്, ഈ ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ സാധനം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പോലത്തെ ചലനമാണ് ദോലനത്തെ ചലനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടണം, അതാണ് അതിൻ്റെ ഒരു കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക്. ദോലന ചലനമാണോ അല്ലേ എന്നറിയാനായിട്ട്. ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം ഇപ്പോൾ പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം, അതാണ് ദോലന ചലനം. ഊഞ്ഞാലിൻ്റെ ചലനം, ഇതെല്ലാം ഒരേപോലെ. ക്ലോക്കിൻ്റെ പെൻഡുലം പോണ പോലെ തന്നെയല്ലേ ഊഞ്ഞാലും പോണേ. മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം. വീണക്കമ്പി കണ്ടിട്ടില്ല? ഒരു സിനിമയിലൊക്കെ ഇങ്ങനെ മീട്ടാൻ നേരത്തെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വൈബ്രേഷനാണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേഷനും ഒരു ദോലനം തന്നെയാണ്. ഓക്സിലേഷനകത്ത് തന്നെ പെടുന്നതാണ് ഒരു വൈബ്രേഷൻ വരുന്നത്. ഓക്കെ, വീണക്കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു. ഓക്കെ, ജയൻ്റ് വീലിൻ്റെ ചലനം. ജയൻ്റ് വീൽ അങ്ങനെയല്ല. ജയൻ്റ് വീൽ ഇങ്ങനെ വട്ടത്തിൽ കിടന്ന് കറങ്ങുമല്ലോ ചെയ്യുന്നത്. അതിങ്ങനെ ഊഞ്ഞാൽ പോണ പോലെ അല്ലല്ലോ. ഊഞ്ഞാലിങ്ങനെ മുകളിലോട്ട് കറങ്ങിയിട്ട് പൊക്കത്തുകൂടി കറങ്ങി വരുമോ? ഇല്ല, ജയൻ്റ് വീൽ ഇങ്ങനെ കറങ്ങി വരും, ഒറ്റ വട്ടം മൊത്തം കറങ്ങും. അപ്പോൾ ജയൻ്റ് വീലിൻ്റെ ചലനമാണ് ദോലനത്തിന് ഉദാഹരണമല്ലാത്ത കേട്ടോ. അതിന് നിങ്ങൾ ഫിസിക്സ് ഒന്നും പഠിക്കണ്ട, ആ കൂട്ടത്തിൽ പെടാത്ത ഏതാണെന്ന് നോക്കി വെച്ചാൽ മതി. രണ്ടെണ്ണം വരുന്നുണ്ടല്ലോ, ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം, അതുപോലെ തന്നെ ഊഞ്ഞാലിൻ്റെ ചലനവും വരുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടിലൊരെണ്ണം പോലും ഉത്തരം വരത്തില്ല. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഒരേപോലത്തെ ചലനമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താ, അത് രണ്ടും ഉത്തരം വരില്ല. ഉദാഹരണം അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം പിന്നെന്താ, മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം. ഇത് മൂന്നും കേട്ടോ, മൂന്നും കൂടി വരുമ്പോഴാണ് നമുക്ക് അത് രണ്ട് ഉത്തരത്തിലെല്ലാം വരുന്നത്. മൂന്നും ഒരേ ടൈപ്പ് സാധനങ്ങളാണ്. മീട്ടുമ്പോൾ വീണക്കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നു. ഊഞ്ഞാലിൻ്റെ ചലനം അങ്ങോട്ടും ഇങ്ങോട്ടും. ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ജയൻ്റ് വീൽ അങ്ങനെയല്ല, കറങ്ങി തിരിഞ്ഞു വരും, കറങ്ങിക്കൊണ്ടേയിരിക്കും വട്ടം ചുറ്റും. അപ്പോൾ അത് ജയൻ്റ് വീൽ ഉത്തരം. കൂട്ടത്തിൽ പെടാത്ത ഏത്? ക്യൂറിയോവും മെൻ്റലേവിയവും റുദർഫോർഡിയും ഒക്കെ റേഡിയോ ആക്റ്റീവാണ്. അങ്ങനെയാണത് കൂട്ടത്തിൽ പെടാതെ വരുന്നത്. ടൈറ്റാനിയം റേഡിയോ ആക്റ്റീവ് ഒന്നുമല്ല. ഓക്കെ, അതങ്ങനെ മനസ്സിലാക്കിയെടുക്കുക. മെൻ്റലേവിയവും റുദർഫോർഡിയവും ക്യൂറിയോ ഒക്കെ റേഡിയോ ആക്ടിവിറ്റി ഉള്ള മൂലകങ്ങളാണ്. ഓക്കെ, അടുത്തത് ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഇത് കണികകളുടെ ഊർജ്ജം കൂടുന്നു. ഒന്നാമത്തത്, കണികകളുടെ ഊർജ്ജം കൂടും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങൾ ഒരു തണുത്ത സ്ഥലത്തിരിക്കുക, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു ഊർജ്ജം, നിങ്ങൾ ചൂടായിട്ടിരിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഊർജ്ജം കൂടുതലായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന വർക്കും കാര്യങ്ങളും ഒരു എക്സോട്ടിക് എന്നല്ല പറയുന്നത്, എന്താ പറയുന്നത്, കുറച്ചുകൂടി ഒന്നും നിങ്ങൾക്ക് എനർജി സ്റ്റേറ്റസ് കൂടുതലായിരിക്കും. ചൂട് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഊർജ്ജം കൂടുന്നു എന്നുള്ള അർത്ഥത്തിൽ എടുത്തേച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കണികളുടെ ഊർജ്ജം കൂടുന്നത് ശരിയാണ്. കണികൾ തമ്മിലുള്ള അകലം കൂടുന്നു. ഐസ് ചൂടാക്കുമ്പോൾ നിങ്ങൾ കൊച്ചിലെ തൊട്ട് കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. ഐസ് മാറി ജലമാകുമ്പോഴത്തേക്ക് ജലത്തിൽ കൂടുതലായിട്ട് ചലന സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കണികളുടെ അകലം കൂടുന്നുണ്ട്. അടുത്ത, കണികൾ തമ്മിൽ ആകർഷണം കുറയുന്നുണ്ടല്ലോ. കാര്യം ഐസ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ആകർഷിച്ച് ഇരിക്കുന്നതാണ്. ഓക്കെ, ആകർഷിച്ചിരിക്കുന്നവരിങ്ങനെ അടുത്തടുത്തിരിക്കും.
പക്ഷേ ജലം അയക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടക്കും. ആകർഷണം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഒഴുകി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, കണികകളുടെ ചലനം കുറയുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ, ഐസ് അനങ്ങാതെ നിൽക്കുന്ന സാധനമാണ്, ജലം ഒഴുകി നടക്കുന്ന സാധനമാണ്. അപ്പോൾ എങ്ങനെയാണ് ഐസ് ജലമാകാൻ നേരത്ത് ചലനം കുറയുന്നത്? ചലനം കൂടുകയല്ലേ ചെയ്യുന്നത്. അതിനൊരു ഫിസിക്സും പഠിക്കേണ്ട കാര്യമില്ല, നാലാമത്തെ ഓപ്ഷൻ എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കണികളുടെ ചലനം കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എ ഓപ്ഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് എ ഓപ്ഷൻ കറക്റ്റാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. കണികളുടെ ഊർജ്ജം കൂടുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണ്? നമ്മൾ ഈ ചൂടെന്ന് പറഞ്ഞ ഊർജ്ജം കൊടുക്കുമ്പോഴല്ലേ ഐസ് വെള്ളമായിട്ട് മാറുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഊർജ്ജം കിട്ടുന്നത് ആ ഐസിനകത്തുള്ള പാർട്ടിക്കിൾസിന്. അപ്പോൾ ഊർജ്ജം കൂടുകയല്ലേ ചെയ്യുന്നത് ചൂട് കൊടുക്കുമ്പോഴത്തേക്ക്. നമ്മൾ എവിടെയെങ്കിലും വെച്ച് ഐസ് ഉരുക്കുവാണെന്ന് വെച്ചോ, അപ്പോൾ അങ്ങനെ ഊർജ്ജം കൂടുവാണ്. അപ്പോൾ അത് നമുക്ക് 1 ശരിയുമാണ് 4 തെറ്റുമാണ്. ഓക്കെ, 1 ശരിയും 4 തെറ്റും വരുന്ന ഓപ്ഷൻ ഒരേ ഒരെണ്ണേ ഉള്ളൂ, അത് ഡി ഓപ്ഷനല്ല സി ഓപ്ഷനാണ്. ഓക്കെ, അടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ജപ്പാനിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മകമായ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ JT60SA. പഠിച്ചു വെക്കുക, ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറാണ്. എങ്ങനെയാണത് പരീക്ഷണാത്മകമാവുന്നത്? അത് പരീക്ഷണാത്മകം തന്നെയാണ്. കാര്യം ന്യൂക്ലിയർ ഫിഷൻ റിയാക്ടറാണ് കറൻ്റ്ലി എല്ലായിടത്തും കൂടുതലായിട്ട് ഓടുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂക്ലിയസ് തമ്മിൽ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. ന്യൂക്ലിയസ് തമ്മിൽ കൂടിച്ചേർന്നിട്ട് ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കുന്നതാണ് ന്യൂക്ലിയസ് തമ്മിൽ കൂടിച്ചേർന്ന് ഉണ്ടാക്കുന്നത്. അത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഇപ്പോൾ വരുന്ന ഏകദേശം എല്ലാ റിയാക്ടേഴ്സും ന്യൂക്ലിയർ ഫിഷൻ റിയാക്ടേഴ്സാണ്. ന്യൂക്ലിയസ് മുറിഞ്ഞു പോയിട്ട് എനർജി ഉണ്ടാക്കുന്നത്. ഒരു ന്യൂക്ലിയസ് മുറിഞ്ഞു, അതാണ് ഫിഷൻ എന്ന് പറയുന്നത്. ബ്രേക്കിംഗ് ഓഫ് ന്യൂക്ലിയസ് ഗീവ് റൈസ് ടു ന്യൂക്ലിയർ ഫിഷൻ. ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ തമ്മിൽ ചേരൽ. ഓക്കെ, തമ്മിൽ ചേരൽ. ന്യൂക്ലിയർ ഫ്യൂഷൻ പറയുമ്പോൾ 2 ന്യൂക്ലിയസുകൾ, ചെറിയ ന്യൂക്ലിയസ് ചേർന്നിട്ട് എനർജി ഉണ്ടാക്കുന്നത്. അത് പരീക്ഷണാത്മകം, ഭയങ്കര പാടാണ് അത് ചെയ്യാനായിട്ട്. ഭയങ്കര ഹൈ ടെമ്പറേച്ചറൊക്കെ വേണം. അപ്പോൾ അത് ജപ്പാനിലാണ് പരീക്ഷണാത്മകത്തിൽ ചെയ്യുന്നത്. അടുത്ത് നോക്കുക, ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്. നമുക്ക് നോക്കാം. ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കാൻ കഴിയും. അതൊരു പോസിറ്റീവ് കാര്യമാണല്ലേ പറയുന്നത്. നമുക്ക് എലിമിനേഷനിൽ കൂടി ചെയ്യാനാണെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കാൻ കഴിയും. അപ്പോൾ അത് വരുമായിരിക്കും എന്നുള്ള രീതിയിൽ പോകാം നമുക്ക്. അല്ലാതെ എല്ലാം പഠിച്ചിട്ട് പോകുക എന്നുള്ളതല്ല, അത് വരുമായിരിക്കും എന്നുള്ള ഇതിൽ അടുത്ത ഓപ്ഷൻ വായിക്കാം. ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. അത് നിങ്ങൾ നോക്കിയാൽ ആ ഒരു ഓപ്ഷൻ നോക്കാൻ നേരത്ത് ഇതിനാണല്ലോ നമ്മൾ ദൂരദർശിനി വെക്കുന്നത്. ദൂരദർശിനി വെച്ചാൽ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ടല്ല. അല്ല ബഹിരാകാശ ദൂരദർശിനി വെച്ചിട്ട് നമ്മൾ വല്ല സിനിമ കാണാനോ ക്രിക്കറ്റ് മാച്ച് കാണാനോ വല്ലതും പറ്റുമോ? ഇല്ല. ഉപഗ്രഹങ്ങളെയും ഗ്രഹങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ബഹിരാകാശ ദൂരദർശിനി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്. അടുത്ത താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിനു വേണ്ടിയാണല്ലോ ബഹിരാകാശ ദൂരദർശിനി ഉണ്ടാക്കുന്നത്. താരാപഥങ്ങളെയും കൂടി നിരീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ ഈ സാധനം വെച്ച് നിരീക്ഷിക്കുമ്പോഴത്തേക്ക് എന്തായാലും താരാപഥങ്ങളെ നിരീക്ഷിക്കുക എന്നുള്ളൊരു ഇതിൽ നമുക്ക് അത് ശരിയാണെന്ന് അനുമാനിക്കാം. അടുത്തതിലോട്ട് പോകുമ്പോൾ എന്താ, വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് തെറ്റായിട്ടുള്ളതാണ്. ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും കറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചെയ്യുന്നത് നിരീക്ഷിക്കാനും പഠിക്കാനും വേണ്ടിയാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഓക്കെ, ക്ഷയം, ചിക്കൻ ബോക്സ്, എലിപ്പനി, ഡിഫ്തീരിയ. ഇതിൻ്റെ ആൻസർ വരുന്നത് ചിക്കൻ ബോക്സ് ആണ്. ബാക്കിയെല്ലാം ബാക്ടീരിയ ഡിസീസാണ്. ക്ഷയവും എലിപ്പനിയും ഡിഫ്തീരിയയും ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയ ഡിസീസ് അല്ല. ഓക്കെ, അടുത്തത് നിപ്പ വൈറസ് വവ്വാൽ പരത്തുന്നു. ഇത് വവ്വാലിന് പോലും അറിയാത്ത കാര്യം, നമ്മൾ സ്ഥിരം കേൾക്കുന്ന കാര്യമാണ് അല്ലേ. നിപ്പ വൈറസ് വവ്വാൽ പരത്തുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിനകത്ത് ഒരു എക്സ്പ്ലനേഷൻ്റെയും കാര്യമില്ല. അടുത്ത് നോക്കാം. ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലം, ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലവും ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ഈ ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലം, ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ, അതാണ് ഡയബറ്റീസ് മെലിറ്റസ്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് അല്ല. ഡയബറ്റീസ് ഇൻസിപ്പിഡസിന് നമ്മുടെ ഇൻസുലിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, അത് വേറൊരു കണ്ടസ്റ്റിൽ വരുന്നതാണ്. ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസുലിൻ്റെ ഉൽപ്പാദനമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പോൾ ഡയബറ്റീസ് മെലിറ്റസ് 2 ടൈപ്പ് ഉണ്ട്. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ ജന്മന വരുന്ന ഡയബറ്റീസാണ്. ടൈപ്പ് 2 എന്ന് പറയുമ്പോഴത്തേക്ക് അഡൽട്ട് ഓൺസെറ്റാണ്. അഡൽട്ട് ആകുമ്പോഴാണ് പൊതുവെ വരുന്നത്. അഡൽട്ട് ആയ ഉടനെ 18 വയസ്സാകുമ്പോൾ ഇന്ന് ഡയബറ്റീസ് എന്ന് പറഞ്ഞ് ആരും കൊണ്ടുതരത്തൊന്നുമില്ല. അങ്ങനെയല്ല പറഞ്ഞാൽ അഡൽട്ട് ഓൺസെറ്റ്, അഡൽട്ടുകളിൽ കണ്ടുവരുന്ന പൊതുവെ ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ആണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അഡീഷണൽ ഫാക്റ്റായിട്ട് പഠിച്ചിട്ട് ഡയബറ്റീസ് മെലിറ്റസിൻ്റെ 2 ടൈപ്പാണ്, ടൈപ്പ് 1, ടൈപ്പ് 2.
ടൈപ്പ് 1 ജന്മന ഉണ്ടാവും, ടൈപ്പ് 2 അഡൽട്ട് ആയിക്കഴിഞ്ഞ് 30 വയസ്സ് 18 വയസ്സ് വരെ ഇപ്പോൾ വരുന്നവരുണ്ട്, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം. ഹീമോഗ്ലോബിനെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് ഇരുമ്പാണ്. ഓക്കെ, ഇരുമ്പാണ് ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം. അടുത്തത് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര്. നിങ്ങൾ നോക്കിയ അതിനകത്ത് ശരി ഉത്തരം നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് വെച്ചു. രക്തസമ്മർദ്ദം അളക്കാൻ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓപ്ഷൻ വായിക്കാതെ ഇരുന്നാലോചിക്കും, ഇതേമാതിരി രക്തസമ്മർദ്ദം അളക്കാൻ എന്നതായിരുന്നു, അതിൻ്റെ ആവശ്യമില്ല. ഓപ്ഷൻ നോക്കി, തെർമോമീറ്റർ രക്തസമ്മർദ്ദം അളക്കാനാണോ? അല്ല. സ്റ്റെതസ്കോപ്പ് വെച്ച് ഡോക്ടർ രക്തസമ്മർദ്ദം അളക്കുക, അങ്ങനെയാണെങ്കിൽ ഡോക്ടർക്ക് തന്നെ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് പ്രഷർ നോക്കിയാൽ പോരെ. ലാക്ടോമീറ്റർ എൻ്റെ പാലിൻ്റെ ഗാഢതയൊക്കെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, പാലിൻ്റെ കട്ടി. പിന്നെ ബാക്കിയുള്ള ഏതാണ്? സ്പിഗ്മോ മാനോമീറ്ററാണ്. അത് വെച്ചാണ് നമ്മുടെ ആശുപത്രിയിലൊക്കെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം അളക്കുന്നത്. രക്തത്തിൻ്റെ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏത്? രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത, അതായത് ഈ ക്ലോട്ടൊക്കെ വന്നു കഴിഞ്ഞാലുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഈ ഫാറ്റ് കണ്ടന്റുള്ള ഫുഡ് കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ വരാൻ സാധ്യതയില്ലാത്തത്. ആർത്രോസ്ക്ലിറോസിസ് ഉണ്ട്, പക്ഷാഘാതമുണ്ട്, ഹൃദയാഘാതമുണ്ട്, പ്രമേഹമുണ്ട്. അപ്പോൾ സ്ക്ലിറോസിസ് ആണോ, പക്ഷാഘാതമാണോ, ഹൃദയാഘാതമാണോ, പ്രമേഹമാണോ കൂടുതൽ വരാൻ സാധ്യതയില്ലാത്തത്? കൊഴുപ്പിൻ്റെ അളവ് കൂടിയെന്ന് പറഞ്ഞ് പ്രമേഹം വരാറില്ല. ഓക്കെ, കൊഴുപ്പിൻ്റെ അളവ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ഡയബറ്റീസ് ഇല്ലെങ്കിൽ പ്രമേഹം വരുന്നത് ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഫാറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്ലിറോസിസ് വരും, അതേപോലെ പക്ഷാഘാതം, സ്ട്രോക്ക് പോലുള്ളത് വരും, പിന്നെ ഹൃദയാഘാതം വരാം, ഹാർട്ട് അറ്റാക്ക് വരാം, ഇതൊക്കെ വരാം. പ്രമേഹം, രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കാരണം പ്രമേഹം വരത്തില്ല. പ്രമേഹം കാരണം ഹൃദയാഘാതമൊക്കെ വരാം കേട്ടോ, അത് വേറെ കാര്യം. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ പ്രമേഹം വരത്തൊന്നുമില്ല, അത് ഓർത്തേക്കുക. അപ്പോൾ എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ബാധിക്കുന്നത് ലിംഫോസൈറ്റിനെയാണ്, T ലിംഫോസൈറ്റിനെയാണ് HIV ബാധിക്കുന്നത്. T ലിംഫോസൈറ്റ് ശരിക്കും ഹെൽപ്പർ സെൽസ് ആണ്. T ലിംഫോസൈറ്റാണ്. B ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ലിംഫോസൈറ്റിനെ കൊണ്ട് എന്തുണ്ടാക്കുന്നത്? ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നത്, അതായത് അണുക്കളെ പ്രതിരോധിക്കുന്ന സാധനം ഉണ്ടാക്കുന്നത് T ലിംഫോസൈറ്റാണ്. HIV നേരിട്ട് ചെന്ന് T ലിംഫോസൈറ്റിനെ ആക്രമിക്കും. അപ്പോൾ T ലിംഫോസൈറ്റിൻ്റെ എണ്ണം കുറയും, അപ്പോഴത്തേക്ക് HIVക്ക് അവിടെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ പറ്റും ശരീരത്തിനകത്ത്. അടുത്തത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതി പേരാണ് WIFS എന്ന് പറയുന്നത്. അടുത്തതും കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതിയുടെ പേരാണ് ബാലമിത്ര. കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന കേരളത്തിലെ പദ്ധതിയുടെ പേരാണ് ബാലമിത്ര. ഈ സഹേലി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഓറൽ കോൺട്രസെപ്റ്റീവ് പില്ല കേട്ടോ, ഒരു കോൺട്രസെപ്ഷൻ ഉപയോഗിക്കുന്ന ഒരു ഗുളികയാണ്. പിന്നെ രോഗമിത്ര എന്ന് പറഞ്ഞാൽ രോഗങ്ങളുടെ മിത്രമായിട്ട് വല്ല പദ്ധതിയും കൊണ്ടുവരും, ഇല്ല. ബാലമിത്ര എന്ന് പറയുന്നത് ഓക്കെ. രോഗമിത്ര എന്ന് പറയുന്നത് ഒരിക്കലും പദ്ധതി വരത്തില്ല. രോഗങ്ങളുടെ മിത്രമായിട്ടുള്ള സർക്കാർ പദ്ധതി അങ്ങനെയൊന്നും വരത്തൊന്നുമില്ല. രോഗങ്ങളുടെ മിത്രമായിട്ട് ആരെങ്കിലും സർക്കാർ പദ്ധതി കൊണ്ടുവരും, ബാലമിത്ര കേട്ടോ. അടുത്തത് താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ലൈംഗിക ബന്ധത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല എന്നാണ് അവർ ഓപ്ഷനിൽ പറഞ്ഞേക്കുന്നത്. അത് അട്ടർ ബ്ലണ്ടറാണ്. ലൈംഗിക ബന്ധത്തിലൂടെയാണ് പ്രധാനമായിട്ട് എയ്ഡ്സ് പകരുന്നത്. അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് പകരുന്നു. ഇപ്പോൾ അതിന് പ്രതിവിധികളും കാര്യങ്ങളും ഉണ്ട്, എങ്കിലും അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് പകരുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പകരാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ എതിർ കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രതിവിധികളും കാര്യങ്ങളുണ്ട്. അടുത്തത് കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ. അത് വല്ലാത്തൊരു ഓപ്ഷനായിപ്പോയി. കൊതുക്, ഈച്ചയിൽ കൂടി എയ്ഡ്സ് പകരത്തില്ല. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം, അത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. സിറിഞ്ച്, സൂചി അതിൽ കൂടി പകരും. അപ്പോൾ ലൈംഗിക ബന്ധത്തിലൂടെ പകരും, അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് പകരും, സിറിഞ്ച്, സൂചി ഇതിലൂടെയൊക്കെ പകരും. പിന്നെ ബ്ലഡ് പോലെയുള്ള സാധനങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെയൊക്കെ എയ്ഡ്സ് പകരും. ഓക്കെ, കൊതുകിലൂടെ ഈച്ചയിലൂടെ ഒന്നും പകരത്തില്ല. കാര്യം കൊതുകിൻ്റെ ആ തുമ്പിൽ കൂടെ ഒന്നും, കൊതുകിൻ്റെ ആ ഒരു കുത്തുന്ന ആ തുമ്പിൽ കൂടി എയ്ഡ്സിൻ്റെ വൈറസ് അകത്തോട്ട് കൊതുകിൻ്റെ ശരീരത്തോട്ട് കയറത്തില്ല, മനസ്സിലായി? അതുകൊണ്ട് തന്നെ കൊതുക് ഒരാളുടെ ചോര എടുത്തു കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശരീരത്തോട്ട് കയറത്തില്ല എയ്ഡ്സ്. പിന്നെ എങ്ങനെയാണ് കൊതുകിനെ നമ്മുടെ ശരീരത്തിൽ കൊണ്ട് തരാൻ പറ്റുന്നത്? അത് ഓർത്തുള്ളത്. ഓക്കെ, അടുത്ത സിയാച്ചിനിൽ ആദ്യമായി നിയമിതമായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? സിയാച്ചിനിൽ നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ ഗീതിക കൗളാണ് സിയാച്ചിനിൽ നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ. അടുത്തത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമെന്ന ബഹുമതി നേടിയ നഗരമാണ് കൊൽക്കത്ത. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസ് പാർക്ക് ആരംഭിച്ചത് തുടങ്ങനാടാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസ് പാർക്ക് ആരംഭിച്ചത്.
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മുടെ GK കാര്യങ്ങളിൽ വരുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാം. മാത്സ് ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അതെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾ ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ഇപ്പം തന്നെ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബട്ടൺ നിങ്ങൾ ബെൽ ബട്ടൺ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോഴത്തേക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.